ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് കോയിൻ സ്വീപ്പർ ബൈബിറ്റിൻ്റെ കോയിൻ സ്വീപ്പറിൻ്റെ ഒരു ഫുൾ ഗെയിം പ്ലേ എങ്ങനെയാണെന്ന് നോക്കുന്നത്. തുടക്കം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഞാനിത് ഫുൾ വീഡിയോ കാണിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൻ്റെ, അതായത് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ അകത്ത് കയറി ജോയിൻ ചെയ്യുക. അതിൻ്റെ അകത്ത് കയറി അപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്നോട് ചാറ്റ് ചെയ്യാം. അവിടെ ചാറ്റൊന്നും ഓഫല്ല, മറ്റുള്ള യൂട്യൂബേഴ്സ് ചെയ്യുന്നുള്ളതൊന്നും ഞാൻ ഓഫാക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ഞാനോട് ചാറ്റ് ചെയ്യാം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഗെയിം കളിച്ചിട്ട് എവിടെയെങ്കിലും സംശയം വരുവാണെങ്കിൽ ഇതുപോലെ എന്നോട് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ പറ്റും. ഇപ്പോൾ അടുത്ത് ഏതായിരിക്കും വരുന്നതെന്നുള്ള സംശയം ചോദിക്കാം. ഇപ്പോൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്നുള്ള സംശയം എനിക്ക് മെസ്സേജ് വിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ അയച്ചു തന്നാൽ ഞാനത് പറഞ്ഞു തരും. എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരും. ഓക്കെ, ഞാൻ എന്തായാലും ഗെയിമിലേക്ക് പോവാണ്. നിങ്ങൾ ശരിക്കും ഒന്ന് 2 പ്രാവശ്യം കണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, എന്തായാലും എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കോയിൻ സ്വീപ്പർ ഓപ്പൺ ചെയ്ത് പ്ലേ കൊടുക്കുക. പ്ലേ കൊടുത്തു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും പോയിട്ടുണ്ട് എൻ്റെ കയ്യിൽ. ഇനി ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം ഗെയിം പ്ലേ എങ്ങനെയാണ്. ഓക്കെ, ഈ ഒന്ന് ഇതിനെല്ലാം കൂടെ കൂടിയിട്ട് ഈ ഒരു ഇതാ വരാൻ ചാൻസ് ഉള്ളൂ. കാരണം അതിൻ്റെ വേറൊരു സൈഡിലേക്കും നമുക്കിപ്പം ബോക്സുകളില്ല. ആ ഒന്നിൻ്റെ ഒന്നും സൈഡുകളിലേക്കൊന്നും ബോക്സ് ഇല്ല. ഈ ഒന്നെന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു ഒന്നിൻ്റെ സ്ഥലത്ത് ഒരു ബോക്സേ വരാം. ഈ ഒന്നിൻ്റെ സ്ഥാനത്തൊക്കെ ഒരു കൊടി വരാനേ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കൊടി വയ്ക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നും ചാൻസ് ഇല്ല. ഇവിടെ നമ്മളൊരു കൊടി വയ്ക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അവിടെ ഒരു കൊടി വെച്ചു. അവിടെ ബോംബാണ്, അവിടെ മൈനാണെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളവിടെ കൊടി. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് ഈ രണ്ടിൻ്റെ ഇവിടെ ഒരെണ്ണം വരാം, അല്ലെങ്കിൽ താഴത്ത് വരാം. ഈ രണ്ടിൻ്റെ ഈ സൈഡിൽ വരാം, അല്ലെങ്കിൽ മുകളിൽ വരാം, അല്ലെങ്കിൽ അപ്പുറ സൈഡിൽ വരാം. അപ്പോൾ ഇത് പല സൈഡിലായിട്ട് വരാം. അപ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അവിടെ. ഈ ഒന്നിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ അപ്പുറ സൈഡ് വരാം, വലതോ വരാം. ഈ രണ്ടിനുണ്ട്. എല്ലാ സൈഡിലേക്കുള്ളതിലും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പം നമുക്കിപ്പം ഈ രണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ നമുക്ക് കിട്ടാറുണ്ട്, ഇപ്പുറത്തെ ഒരു ഒന്നിൻ്റെയും കിട്ടാറുണ്ട്. അപ്പം ഈ 4 ഈ റൗണ്ട് വന്നിരിക്കുന്നതിൻ്റെ അവിടെ 2 കൊടിയേ വരുള്ളൂ. അപ്പം ഞാൻ റൗണ്ട് ചെയ്തിരിക്കുന്ന ആവാനാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സാധ്യത. ഇപ്പുറത്തെ അപ്പം ഞാൻ പൊട്ടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തെ ഞാൻ പൊട്ടിക്കുകയാണ്. ഈ ഒന്നിന് മുകളിലുള്ളത് ഞാൻ പൊട്ടിക്കുകയാണ്. ആ ഒന്നിൻ്റെ മുകളിലുള്ളത് പൊട്ടിച്ചപ്പോൾ അത് കോയിനായിരുന്നു കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഈ രണ്ടിൻ്റേത് ഇപ്പുറത്തേക്കില്ല, ഈ സൈഡിലേക്കും ഇല്ല. ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. അതിൻ്റെ നേരെ മുകളിലുള്ളത് മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ ബോക്സ് ഉള്ളൂ. കണ്ടോ, വേറൊരു സൈഡിലേക്കും അതിന് ബോക്സ് ഇല്ല. ഈ മുകളിലത്തെ ആകാനേ മാത്രമേ സാധ്യതയുള്ളൂ. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അത് നമ്മൾ കൊടി വയ്ക്കാം. അത് മൈനാണ്, ഉറപ്പായിട്ടും മൈനാണ്. ഈ രണ്ടിന് മുകളിലുള്ളത് മൈനാണ്. കാരണം വേറൊരു സൈഡിലേക്കും അതിനില്ല. ഓക്കെ, നമ്മളിവിടെ കൊടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതിലേക്ക് നമുക്ക് പോകാം. അടുത്തതിലേക്ക് പോകുമ്പോൾ എന്താ ഈ ഒന്നിൻ്റെ കിട്ടി, ഈ രണ്ടിൻ്റെയും കിട്ടി. ഓക്കെ, താഴത്തെ ഒന്നിൻ്റെ കിട്ടി. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ഇപ്പോൾ ഈ താഴത്ത് കാണുന്ന ഒന്ന് കണ്ടോ, ഈ കൊടിയുടെ ഇപ്പുറത്തുള്ള ഒന്ന്, ആ ഒന്നിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു കൊടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒന്നിൻ്റെ സ്ഥാനത്ത് ഒരു കൊടിയല്ലേ വരുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ഒന്നിൻ്റെ സ്ഥാനത്ത് ഒരു കൊടിയേ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് കോയിൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ ഒന്നിൻ്റെ തൊട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒന്നിൻ്റെ തൊട്ട് മുകളിലുള്ളത് ഉറപ്പായിട്ടും കോയിൻ ആയിരിക്കും. നമുക്കത് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, ഈ ഒന്നിൻ്റെ കണ്ടോ, ഇവിടെ ഒരു കൊടി വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിലുള്ളത് കൊടിയാവാൻ സാധ്യതയുള്ളൂ, അല്ല അപ്പോൾ കോയിൻ ആവാനേ സാധ്യതയുള്ളൂ. നമ്മളത് പൊട്ടിച്ച് നോക്കുകയാണ്. കണ്ടോ, അത് കോയിനായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഈ രണ്ടിൻ്റെ ഈ സൈഡിലേക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ നേരെ ആവാം, അല്ലെങ്കിൽ 3 ബോക്സ് ഉണ്ട്. ഈ 3 ബോക്സിൽ ഏത് വേണമെങ്കിലും നമുക്ക് കൊടിയാവാനുള്ള സാധ്യതയുണ്ട്, മൈനാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറ സൈഡിലേക്ക് പോകണം. അപ്പോൾ ഈ ബോക്സിൻ്റെ ഈ 3 എണ്ണത്തിനും ഈ ഒരു ബോക്സേ ഉള്ളൂ മാച്ചായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ കൊടി വയ്ക്കുകയാണ്. ഈ ഒന്നിൻ്റെ എല്ലാം ഒരു ബോക്സ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അവിടെ നമ്മൾ കൊടി വയ്ക്കാൻ പോവാണ്. ഓക്കെ, അവിടെ കൊടി വെച്ചു. അപ്പോൾ നമ്മൾ ഇനി അടുത്തതിലേക്ക് പോവാണ്. അടുത്തതിലേക്ക് പോകുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് നമുക്ക് ഉറപ്പായിട്ടും പൊട്ടിക്കാമല്ലോ. കാരണം ഈ ഒന്നിൻ്റെ എല്ലാം വന്നായിരുന്നല്ലോ, അത് പൊട്ടിച്ചിട്ടുണ്ട്. 2 അവിടെ വന്നിരിക്കുന്നത്. ഇപ്പം ഇനി ഈ രണ്ടിൻ്റെ ഒരെണ്ണം നമുക്ക് താഴത്ത് കിട്ടി. ഒന്നിൽ സൈഡിലേക്ക്, അല്ലെങ്കിൽ ഇപ്പുറ സൈഡിൽ, ഈ 3 സൈഡിലേക്ക് ഏത് വേണമെങ്കിലും രണ്ടിൻ്റെ ആവാം. അപ്പം നമ്മൾ ഏകദേശം കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഈ ഒന്നിൻ്റെ ഒരെണ്ണം ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ തൊട്ട് മുകളിലുള്ളത് നമുക്ക് അവിടെ കോയിൻ ആവാനുള്ള സാധ്യതയുള്ളൂ.
അത് പൊട്ടിക്കാം. ഇതാ 2. അപ്പോൾ ഈ രണ്ടിൻ്റെ ഓരോന്ന് വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, കാണിച്ചു തരാം. ആരോ മാർക്കിട്ട് കാണിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുമല്ലോ. ഇതാ രണ്ടിൻ്റെ ഓരോന്ന് കിട്ടി. ഇനിയിപ്പോൾ ഈ ഒന്നിൻ്റെ ഇത് വേണമെങ്കിലും ആവാം, ഇത് വേണമെങ്കിലും ആവാം. ഈ രണ്ട് ഏതിൽ വേണമെങ്കിലും ഒന്നിൻ്റെ ആവാം. ഓക്കെ, ഇപ്പം നമ്മളെന്താ ചെയ്യുക? ഇത് ഓരോന്ന്. ഓക്കെ, ലെറ്റ് മീ തിങ്ക്. നമ്മുടെ ഒരു പസിൽ പോലത്തെ ഒരു ഗെയിമാണിത്. അപ്പോൾ ഈ രണ്ടിൻ്റെ സ്ഥാനത്ത് ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ നമുക്ക്. ഇനി ഒരെണ്ണം കൂടെ ഈ കിട്ടാനുണ്ട്. അപ്പോൾ ഇതാ ഈ മുകളിലുള്ളത് ഉറപ്പായിട്ട് നമുക്ക് പൊട്ടിക്കാം. ഈ രണ്ടിന് നേരെ മുകളിൽ നമുക്ക് പൊട്ടിക്കാം. കാരണം അതിൻ്റെ അപ്പുറ സൈഡിലേക്ക് വരുള്ളൂ. ഈ 4ൻ്റെ ഇടയ്ക്ക് 2 എണ്ണം വരുള്ളൂ ബോംബെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലുള്ളത് നമുക്ക് പൊട്ടിക്കാം. കണ്ടോ, അവിടെ കോയിനായിരുന്നു 1. അപ്പോൾ ഈ 1ൻ്റെ ഇപ്പോൾ തൊട്ടിപ്പുറത്തുള്ളത് കൊടി വയ്ക്കാം. കാരണം 1ൻ്റെ വേറെ സൈഡിലേക്കൊന്നും ഇല്ല. എനിക്ക് വലത്തോട്ടോ താഴത്തോട്ടോ സൈഡിലേക്കോ ഒന്നുമില്ല. അതിന് ഒറ്റ സൈഡ് വലത് സൈഡിലേക്ക് മാത്രമുള്ള ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഉറപ്പായിട്ടും കൊടി വയ്ക്കാം. ഈ 1ൻ്റെ കൊടി അവിടെയാണ് വരുന്നത്. ഓക്കെ, നമ്മളവിടെ കൊടി വയ്ക്കാൻ പോവാണ്. കണ്ടോ, ഈ 2ൻ്റെ നമുക്ക് കിട്ടും, ഈ 2ൻ്റെ ഇവിടെയും കിട്ടും, മുകളിലേക്ക് കിട്ടും, ഈ 1ൻ്റെയും കിട്ടും. അപ്പോൾ അതെല്ലാം കണക്റ്റഡ് ആവുമല്ലോ. അപ്പോൾ നമ്മളവിടെ കൊടി വയ്ക്കാൻ പോകണേ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അത് നിങ്ങൾക്ക് സംശയം തോന്നുന്നത് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ ഞാനത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാ അവിടെ കൊടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാ ഇപ്പോൾ ഇതിൻ്റെ എല്ലാം കണക്റ്റഡായി. 2 വെച്ച് കിട്ടി. ഇതാ അപ്പുറത്തുള്ള 1ൻ്റെയും കിട്ടി. ഓക്കെ, അപ്പോൾ ഈ 1ൻ്റെ ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് തൊട്ടപ്പുറത്തുള്ളത് ഉറപ്പായിട്ടും പൊട്ടിക്കാം. നമ്മളപ്പോൾ അത് പൊട്ടിക്കുകയാണ്. തൊട്ടപ്പുറത്തുള്ളത് പൊട്ടിക്കാൻ പോകണേ. ഈ 1ൻ്റെ കിട്ടിയില്ല, പൊട്ടിച്ചു. ഓക്കെ, അപ്പോൾ ഈ 2ൻ്റെ ഒരെണ്ണം ഇവിടെ കിട്ടി. ഇനിയിപ്പോൾ താഴത്തേക്ക് ഏത് സൈഡിലേക്ക്, ഈ 3 സൈഡിലേക്ക് ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതാ ഈ 1ൻ്റെ സൈഡിൽ നമുക്ക് ഇപ്പോൾ സൈഡിലേക്കുള്ള ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 1ൻ്റെ സ്ഥാനത്ത് ഒരെണ്ണം വരുമെന്നല്ലേ പറയുന്നത്. 1ൻ്റെ സ്ഥാനത്ത് ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഓക്കെ, വലത് സൈഡ് നിങ്ങൾ അടുത്ത സൈഡ് കണ്ടോ. അപ്പോൾ നമുക്ക് വലത് സൈഡിലുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അത് പൊട്ടിക്കാം. ഇതാ അപ്പോൾ കണ്ടോ 2. അപ്പോൾ മുകളിലേക്കുള്ളത് ഈ 2ൻ്റെയും കിട്ടി. ഈ 2ൻ്റേത് മുകളിലോ താഴത്തോ ഏത് വേണമെങ്കിലും ആവാം. ഈ ഒരെണ്ണത്തിന് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ 2ൻ്റെ ഈ ഫുള്ള് സ്ഥലത്തുള്ളത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു സെക്കൻഡ്, താഴത്തുള്ളവരും കൂടെ ശ്രദ്ധിക്കണം. നിങ്ങൾ ആ 3ൻ്റെ ഇപ്പുറത്തുള്ള 1 കണ്ടോ, 1ൻ്റെ അതാ മുകളിലേക്കുള്ള സൈഡിലുള്ളത് മാത്രം വരാതാ ഈ കൊടി വെച്ചിരിക്കുന്ന മാത്രം വരാനുള്ള സാധ്യതയുള്ളൂ. കാരണം വേറെ ഇങ്ങോട്ടും ആ 1ൻ്റെ ഇല്ല. കണ്ടോ, ഈ 1ൻ്റേത് ഈ ഇവിടെ ഒരു കൊടി, ഈ ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ സൈഡിൽ ചുറ്റുമുള്ളതും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കൊടി നമ്മൾ വെച്ചിട്ടുണ്ട്. അവിടെ കൊടി വെച്ചതാ. ഇനി 3ൻ്റെ പോരട്ടം നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഇപ്പോൾ സൈഡിൽ കാണിക്കുന്ന 3ൽ ഏത് വേണമെങ്കിലും നമുക്ക് 3ൻ്റെ ബാക്കിയുള്ള 2 കൊടിയും കൂടെ ആവാം. അപ്പോൾ നമുക്കിതാ ഈ 2ൻ്റെ മുകളിലുള്ള 2 കിട്ടിയായിരുന്നല്ലോ. ഈ 1ൻ്റെ കിട്ടി, ഈ 2ൻ്റെ തട്ടിപ്പുറത്തുള്ള 2ൻ്റെ കിട്ടി 2 ഈ 2ൻ്റെയും കിട്ടി. അപ്പോൾ ഈ 2ൻ്റെ ഈ മുകളിലത്തെ 2ൻ്റെ ഇപ്പുറത്തുള്ളത് നമുക്ക് ധൈര്യമായിട്ട് പൊട്ടിക്കാം. കാരണം അതിൻ്റെ 2ൻ്റെയും കൂടി നമുക്ക് കിട്ടിയതാണ്. അത് പൊട്ടിക്കാം നമുക്ക്. ഓക്കെ, ഇത് അവിടെ 3 വന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായി. കാരണം ഈ 3ൻ്റെ താഴത്തുള്ള ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ നേരെ സൈഡിലുള്ള 2 നമുക്ക് ഉറപ്പായിട്ടും കൊടി വയ്ക്കാം. കാരണം അതിന് മൂന്നാമതൊരു ഓപ്ഷൻ ഇല്ല. ഈ 2 ബോക്സ് മാത്രമേ ഉള്ളൂ അതിന് ഓപ്ഷൻ ഉള്ളതാ. ഈ സൈഡിലേക്കൊന്നുമില്ല. ഈ 2 ബോക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ബോക്സ് നമുക്ക് ധൈര്യമായിട്ടും കൊടി വയ്ക്കാം. 2 മൈനായിരിക്കും ഉറപ്പായിട്ടും കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയാണ് കളി പോകുന്നത്. ഈ 3ൻ്റെ 2 സൈഡിലേക്കുള്ളത് കൊടി വെച്ചു. പലരും പറയുന്നത് ലാസ്റ്റ് വരുമ്പോഴാണ് എല്ലാവർക്കും പണി കിട്ടുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ ലാസ്റ്റാണ് കുറച്ചുകൂടി എളുപ്പം വരുന്നത്. ഈ 2 സൈഡിലേക്കുള്ളത് കൊടി വെച്ചു. ഇപ്പോൾ കണക്റ്റ് ആയില്ലേ. അതിൻ്റെ 3 കിട്ടി. ഈ താഴത്തെ 3ൻ്റെ 2 കിട്ടി. ഇനി ആ താഴത്തെ 3ൻ്റെ 2 എവിടെയെങ്കിലും വേണം. പക്ഷേ നമുക്ക് ഇപ്പോൾ സൈഡിലുള്ള ധൈര്യമായിട്ട് അപ്പോൾ പൊട്ടിക്കാം. കാണിച്ചു തരാം. ഓക്കെ, ഈ 3ൻ്റെത് 1 കിട്ടി, 2 കിട്ടി. ഇനിയിപ്പോൾ ഇത് നേരെ ഉള്ളതും ആവാം, അതിൻ്റെ താഴത്തുള്ളതും ആകാം. ഈ 3ൻ്റെ ഒരെണ്ണം കൂടെ ബാലൻസ് വരുന്നത്. പക്ഷേ നമുക്ക് ഏറ്റവും മുകളിൽ 3ൻ്റെ കൂടി കിട്ടിയതിൻ്റെ ഇപ്പുറത്തുള്ളത് നമുക്ക് ധൈര്യമായിട്ട് പൊട്ടിക്കുക. അതുകൊണ്ട് കാണിച്ചു തരാം. ഏറ്റവും മുകളിലുള്ളത് നമ്മളിപ്പോൾ പൊട്ടിക്കുകയാണ്. ആ സൈഡിലുള്ളത് ഏറ്റവും കണ്ടോ അതിൻ്റെ 3. അപ്പോൾ നമുക്ക് അതിൻ്റെ 2 കിട്ടിയേക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്തുള്ളത് ആ 3ൻ്റെ നേരെ താഴത്തുള്ളത് ഉറപ്പായിട്ടും കൊടിയാണ്. കാരണം അതിന് വേറെ ഓപ്ഷൻ ഇല്ല. വലത്തേക്കോ ഇടത്തേക്കോ സൈഡിലേക്കോ ഒന്നുമില്ല. ആ 3 എന്ന് പറയുന്നതിൻ്റെ അടുത്ത് 3 ബോംബ് കാണും. അതാണ് ഓക്കെ. അപ്പോൾ 2 ബോംബാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതിൻ്റെ നേരെയുള്ള അടിയിലുള്ളത് ബോംബാണ്. ധൈര്യമായിട്ട് നമുക്ക് കൊടി വയ്ക്കാം. അത് മെയിനാണ് ഉറപ്പായിട്ടും. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ കണക്റ്റ് ആയല്ലോ. ആ 3ൻ്റെ 3 കിട്ടി. ഇപ്പുറ സൈഡിലുള്ള 3ൻ്റെ കിട്ടി. ഇനി താഴത്തുള്ളതിൻ്റെ ഒരെണ്ണം കൂടെ കിട്ടാറുണ്ട്. അപ്പോൾ ഈ 3ൻ്റെ സ്ഥാനത്ത് അത് ഒരെണ്ണം, ഈ 2 ഈ 3ൻ്റെ 2 കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ ഒരെണ്ണം കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ,
പൊട്ടിക്കേണ്ടത് ഈ 3-ൻ്റെ ഒരെണ്ണം ഇതൊരെണ്ണം. അപ്പോൾ താഴത്തേക്കുള്ളതും ആകാം, നേരെയുള്ളതും ആകാം, ഇപ്പുറം സൈഡിലേക്കുള്ളതും ആകാം. കണ്ടോ, 3 ബോക്സാണ് ആ 3 ചുറ്റും ഇരിക്കുന്നത്. അതിൻ്റെ അത് 2 എണ്ണം നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ഒരെണ്ണം കൂടെ അതിനകത്ത് കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് 2-ൻ്റെ നേരെയുള്ളത് ഈ സൈഡ്. ഓക്കെ, ഈ 2-ൻ്റെ മുകളിലുള്ളതാ നടുക്കുള്ളതാവാനേ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ 3-ൻ്റെ 2-ൻ്റെ ഇടയ്ക്കുള്ളതൊന്നും പൊട്ടിക്കുകയാണ്. ഗസ്സാണ് കേട്ടോ, നമ്മളത് പൊട്ടിക്കുകയാണ്. ഇതാ കറണ്ട് 1 ഇനി 1-ൻ്റെത് ഏത് 3-ൽ ഏത് വേണമെങ്കിലും ആവാം 1-നുള്ളത്. ഓക്കെ, അപ്പോൾ അതെ 3-ൻ്റെത് ഈ 2 ഓപ്ഷനേ 3-നും ഉള്ളൂ. മുകളിലത്തെ 3-ൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഇതാ ഈ 3 നേരെ ആവാം, അല്ലെങ്കിൽ തൊട്ട് താഴത്തുള്ളതാവാം. ഈ 3 ഓപ്ഷനാണ് ഈ 3-ലുള്ളത്. അപ്പോൾ വീണ്ടും ഗസ് ചെയ്ത് നമ്മൾ ഈ 1-ൻ്റെ സൈഡിലുള്ളത് ഒരെണ്ണം നമുക്കിനി പൊട്ടിക്കാൻ ബാക്കിയുള്ളൂ. അതായത് ഒരു കൊടിയും കൂടെ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഒരു കൊടിയും കൂടെ കണ്ടുപിടിക്കാറുണ്ട് ഇനി. ഓക്കെ, അപ്പോൾ 2-ൻ്റെ 2 തന്നു. 1-ൻ്റെ സെൻറ്ററിൽ 2 ഒരുമിച്ച് വരും. അപ്പോൾ ഈ ഏറ്റവും താഴത്തുള്ള നമുക്ക് കൊടിയുടെ തൊട്ട് മുകളിലുള്ളത് നമുക്ക് പൊട്ടിക്കാം. അത് ഉറപ്പായിട്ടും കോയിൻ തന്നെയാണ്. ഓക്കെ, അത് നമ്മൾ പൊട്ടിക്കാൻ പോകണേ. കാരണം 2-ൻ്റെ വന്നു. ആ സ്ക്വയറിൽ 2 വരുള്ളൂ. അപ്പോൾ നമുക്ക് അത് പൊട്ടിക്കാം. ഇതാ കറക്റ്റ് കണ്ടോ. അപ്പോൾ 2-ൻ്റെ താഴത്തേക്കുള്ളത് കറക്റ്റായി. ഇത് 2-ൻ്റെ ഇതെല്ലാം കണക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ തൊട്ട് മുകളിലുള്ളത് പൊട്ടിച്ചാൽ അത് ഓക്കെ ആയി. കാരണം വേറെ ഓപ്ഷൻ ഇല്ല 2-ന്. ഇതാ തൊട്ട് മുകളിലുള്ളത് മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പം നമ്മളവിടെ കൊടി വയ്ക്കുക. തൊട്ട് മുകളിൽ 2 മുകളിൽ കൊടി വയ്ക്കുകയാണ്. കാരണം 2-ന് വേറെ ഓപ്ഷൻ ഇല്ല, താഴത്തേക്കുള്ള ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മുകളിൽ കൊടി വെച്ചു. അപ്പോൾ അത് കറക്റ്റായി. ഓക്കെ, ഇപ്പം 3-ൻ്റെയും കറക്റ്റായി, ഈ 2-ൻ്റെയും കറക്റ്റായി, സൈഡിലുള്ള 2-കളുടെയും കറക്റ്റായി, 1-ൻ്റെയും കറക്റ്റായി. ഇനിയിപ്പോൾ ഒരെണ്ണം നമ്മൾ പൊട്ടിച്ചാൽ ഓക്കെ. അത് പൊട്ടിക്കുമ്പോൾ അറിയാം നമ്മൾ ഇത്ര നേരം ചെയ്തത് ശരിയാണോ അല്ലേ എന്ന്. ഓക്കെ, ഇതാ ഈ 3-ൻ്റെത് 3 കിട്ടി. ഈ 2-ൻ്റെത് 1 2 ഇതാ. ഓക്കെ, 1 2 അതിൻ്റെ 2-ൻ്റെ ഇതിൻ്റെ കിട്ടി. ഓക്കെ, ഇതാ ഇതെല്ലാം കണക്റ്റഡായി. അപ്പോൾ ഈ ഒറ്റ ബോക്സും കൂടെ നമുക്ക് പൊട്ടിക്കാനുള്ളൂ. അത് പൊട്ടിക്കുകയാണേ. ഓക്കെ ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആയി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കുക, മെസ്സേജ് ചെയ്യുക. ഓക്കെ.